ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിക്കാപ്പ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 25-ാം തീയതിയാണ്, വ്യാഴാഴ്ച. ഇന്നലെ ഇറങ്ങാൻ സാധിച്ചില്ല. ഇന്നലെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, മീൻസ് ചുമയും ജലദോഷം അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കണോണ്ട് ഇന്നലെ ഇറങ്ങിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ അത് കാരണം എഴുന്നേറ്റപ്പോൾ പോയി. ഇപ്പോൾ സമയം 9:30 മണി ആവാറായി. അപ്പോൾ ഇന്ന് നമുക്ക് ഐശ്വര്യമായിട്ട് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ യാത്രയ്ക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യാത്ര കയറി വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നമുക്ക് എയർപോർട്ടിലേക്കൊക്കെ അടിച്ചതും യാത്ര വഴിയാണ് എയർപോർട്ടിലേക്കൊക്കെ അടിച്ചത്. എയർപോർട്ടിലേക്ക് പോകാൻ പോലും കസ്റ്റമേഴ്സ് യാത്ര ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അതിനുശേഷം നമ്മൾ ഓല ക്യാബ്സ്, ഓക്കെ, ഓല ക്യാബ്സിൽ പേയ്മെൻറ്റ് 9 രൂപ അങ്ങോട്ട് കൊടുക്കാനുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ, ആരെങ്കിലും വരാനുണ്ടാവുമല്ലോ. ഓക്കെ, ഞാൻ അതൊന്ന് ഇത് ചെയ്തേക്കാം. അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ ഈ യൂബറിൽ ഓക്കെ. അപ്പോൾ യൂബറിൽ നമുക്ക് പേയ്മെൻ്റ് എല്ലാം ഇങ്ങോട്ട് പോസിറ്റീവ് പേയ്മെൻറ്റ്, അതായത് നമുക്ക് തരാനുള്ള പേയ്മെൻറ്റൊക്കെ നമുക്ക് കിട്ടിയതാണ്. ഇതിപ്പോൾ എന്താണ്, ചൊവ്വാഴ്ച ഉപയോഗിച്ച യൂബർ പ്ലാറ്റ്ഫോം ഫീ ആണ് ഈ കാണുന്നത്, നെഗറ്റീവ് അടിച്ച് കാണുന്നത്. അപ്പം നമുക്ക് ഓൺ ചെയ്യാം. ഓൺലൈനായിട്ടുണ്ട്. ഇനി ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ സമയം കറക്റ്റ് 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആദ്യത്തെ ട്രിപ്പ് എങ്ങോട്ടേക്കാന്ന് നോക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് യൂബറിലാണ് ആദ്യത്തെ ട്രിപ്പ് അടിച്ചേക്കുന്നത്, കലൂരിലേക്കാണ്. അപ്പോൾ നമുക്ക് വേഗം പോയി പിക്ക് ചെയ്യാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കടങ്ങല്ലൂരിൽ നിന്ന് എടുത്ത ട്രിപ്പിന് ശേഷം ഒരു ട്രിപ്പ് കൂടെ കിട്ടിയായിരുന്നു. അത് ഓല ക്യാബിലായിരുന്നു. അത് നമ്മുടെ കലൂര് സ്റ്റേഡിയത്തിൻ്റെ പാരലായിട്ടുള്ള റോഡ്, അതിൻ്റെ പേര്, റോഡിൻ്റെ പേര് എനിക്കറിയില്ല. മറ്റേ കലൂർ സ്റ്റേഡിയത്തിൻ്റെ പാരലായിട്ട് കിടക്കുന്ന റോഡാണ്. അപ്പോൾ അവിടെ നിന്നാണ് ട്രിപ്പ് എടുത്തത്. അത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ മറ്റേ ഇങ്ങോട്ടേക്ക് നമ്മുടെ അറ്റ്ലാന്റിക് ജംഗ്ഷനിലേക്കായിരുന്നു ട്രിപ്പ് കിട്ടിയത്. അപ്പോൾ ആ 2 ട്രിപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓല ക്യാബിൽ കിട്ടിയ ട്രിപ്പിൻ്റെ 183 രൂപ ഓല ക്യാബിൽ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. 288 രൂപയാണ് യൂബറിൽ നിന്ന് ആദ്യം കിട്ടിയ ട്രിപ്പിൻ്റെ ഫെയർ, 288 രൂപ. പക്ഷേ 410 രൂപയോളം കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്താണല്ലേ, 121 രൂപ കമ്മീഷൻ. കൊള്ളാം. അപ്പോൾ ഇപ്പോൾ നല്ല മഴയാണ്. സമയം ഇപ്പോൾ 11:30 ആവാറായിട്ടുണ്ട്. 11:26 ഇപ്പോൾ അതേ ഇവിടെ നല്ല മഴയാണ്. ആഹാ, മഴയത്തത് നമ്മുടെ എന്തുട്ടാണ് ഓയിലൊക്കെ ഇറക്കണ ഇത് ട്രഡ്ജ് കാണാനായിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. എപ്പോഴാണ് കിട്ടണേന്ന് ഒരു വൃത്തമില്ല. ഇപ്പം ഇത്തിരി ശോകമാണ്, നമുക്ക് നോക്കാം. ഞാൻ നിർത്തിയിട്ടേക്കണ പൊസിഷൻ ഇത്തിരി പണിയാണ്. എന്നാലും നമുക്ക് നോക്കാം കേട്ടോ. വേറെ എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കയറ്റിടാം. ഇപ്പുറത്തെ സൈഡേ ഈ പൊസിഷനിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് നിൽക്കാനായിട്ട്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് കുറച്ച് മാറിയാണ് ഇപ്പോൾ കിടക്കണത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മറ്റേ ട്രൈബൽ കോംപ്ലക്സിൻ്റെ മുമ്പിലായിട്ടാണ് പാർക്ക് ചെയ്തിട്ടേക്കണത്. അവിടെ നിന്ന് എന്താ മാറ്റാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, ഒന്നാമത്തെ എല്ലാ വണ്ടികളും ലെഫ്റ്റ് സൈഡ്, ഞാൻ പാർക്ക് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നിറയായിട്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. അത് മാത്രമല്ല, അവിടെയും ഞാൻ നിന്ന സ്ഥലത്ത് പാർക്ക് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ബസ്സുകളൊക്കെ നന്നായിട്ട് ചേർന്നാണ് പോണത്. മീൻസ് അവിടുന്ന് ഇങ്ങോട്ടേക്ക്, മീൻസ് ഞാൻ നിൽക്കുന്ന സൈഡാണല്ലോ മറ്റേ ബസ്സുകൾ പാസിങ് ഉള്ളത്. ഓപ്പോസിറ്റ് സൈഡിലൊക്കെ കുറവാണ്. അപ്പോൾ ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടികളൊക്കെ വരുമ്പോൾ ചേർന്നാണ് പോണത്. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ഫ്രണ്ടിലേക്ക് മാറിയപ്പോൾ ട്രൈബൽ കോംപ്ലക്സിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ മുമ്പിൽ
മുമ്പിലൊരു ടെമ്പോ ട്രാവലറും ബാക്കിലൊരു വണ്ടി, അത് ടാക്സി അല്ല കേട്ടോ, പ്രൈവറ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് കിട്ടിയേക്കുന്നത് യൂബറിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം. ലൊക്കേഷൻ ചെറിയതായിട്ട് കൺഫ്യൂഷൻ ഉണ്ട്, നമുക്കൊന്ന് പോയി പിക്ക് ചെയ്യാം, വിളിച്ചിട്ട് പിക്ക് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് യൂബറിൽ കിട്ടിയ ഓട്ടം എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ലാ കോടതിയിൽ നിന്നായിരുന്നു. ജില്ലാ കോടതിയിൽ നിന്ന് ഹൈക്കോർട്ടിലേക്കായിരുന്നു. അത് ഭയങ്കരമായിട്ട് പാടുപെട്ട് ഉള്ളിൽ കയറാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക്. ഞാൻ ഫസ്റ്റ് കയറിയത് വേറൊരു ബ്ലോക്കിലായി പോയി. അതായത് മറ്റേ കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ഫാമിലി കോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് വരേണ്ടതെന്ന്. പക്ഷേ ഞാൻ കയറിയത് വേറെ വഴിക്കായി പോയി. ഒരുപാട് എൻട്രൻസ് ഉണ്ടായി. ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കിലേക്ക് എടുത്ത് അപ്പുറത്തെ എൻട്രൻസിൽ കൂടെ കയറി. അല്ലാതെ ഞാൻ ഉള്ളിൽ പെട്ടുപോയാനെ. കാരണം ഉള്ളിൽ ഓൾറെഡി ബ്ലോക്ക് ആയിട്ടുണ്ടായി. എന്നിട്ട് ശരിക്കും അപ്പുറത്തെ ഗേറ്റിൽ കൂടെ എടുത്ത് ഉള്ളിലേക്ക് കയറി. നല്ല മഴയായിരുന്നു അപ്പോഴും. അപ്പോൾ കറക്റ്റ് ആ സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ വിചാരിച്ചിരുന്നത് മറ്റേ ഏതെങ്കിലും സാധാ ആൾക്കാർ, ഇത് മറ്റേ ഹൈക്കോർട്ട് വക്കീലായിരുന്നു ആള്. പെട്ടെന്ന് അപ്പോൾ ആള് ഇങ്ങനെ കാണിച്ചു, ഞാൻ തന്നെയാണ്, കൈ കാണിച്ചു. അപ്പോൾ ആള് വന്ന് കയറി. അപ്പോൾ അങ്ങേര് തന്നെ പറഞ്ഞു ഈ വഴിക്ക് പോയിക്കോ, ഇതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം ചെയ്തു. അപ്പോൾ ഹൈക്കോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇത് എവിടെയാണ് ഇറക്കേണ്ടത്? അപ്പോൾ അങ്ങേര് പറഞ്ഞു ഹൈക്കോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോട്ടെ, കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക്. ഞാൻ ഇപ്പോൾ 3.5 വർഷത്തോളം ഇപ്പോൾ യൂബറിൽ വർക്ക് ചെയ്യണം. അതിന് മുമ്പായിട്ട് മറ്റേ പേഴ്സണലായിട്ട് ഓടിക്കൊണ്ടിരുന്നത്. അത്രയും വർഷം വർക്ക് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹൈക്കോർട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിപ്പോയി. കാരണം ഉള്ളിൽ കയറിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ എറണാകുളം ബ്രോഡ്വേയുടെ ഉള്ളിൽ കൂടെ വണ്ടി ഓടിക്കണ പോലെ ഒരു ഫീല്. അതായത് ചുറ്റിനും വണ്ടികൾ നിർത്തിയിട്ടേക്കുക. ഒരു കാറിന് കഷ്ടിച്ച് പോകാനുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ. കറക്റ്റ് എന്നിട്ട് ആ മറ്റേ മെയിൻ ഡോറിൻ്റെ അവിടെ എല്ലാവരും ഇറങ്ങുന്നതും ഉള്ളിലേക്ക്, ഹൈക്കോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതും ഇറങ്ങുന്നതുമായിട്ടുള്ള ഡോറിൻ്റെ അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് ആളെ ഇറക്കി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആളെ ഇറക്കി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകണം. കാരണം വെച്ചാൽ ബാക്കിൽ വണ്ടി ബ്ലോക്ക് ആവും. അത് മാത്രമല്ല ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ അവിടെ. പെട്ടെന്ന് തന്നെ ആളിറക്കി, ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയും ചെയ്തു, എൻ്റെ അമ്മ ഇതെന്തോരം വണ്ടികളാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചത് വേറെ ഒന്നുമല്ല, ഇതിൽ ഏറ്റവും ഉള്ളിൽ നടുക്ക് കിടക്കണ ഒരു വണ്ടി അയാൾ ഒന്ന് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കേസിൻ്റെ കാര്യം വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യൂബർ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലാതെ വേറെന്ത് വിളിക്കാനാണെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കി. കാരണം വെച്ചാൽ എടുക്കാൻ പറ്റത്തില്ല, വേറെ ഓപ്ഷനില്ല ആ ഉള്ളിൽ. കാരണം പുറമെ അത്രയ്ക്കും വണ്ടികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കോടതി ടൈം കഴിയുമ്പോഴത്തേക്കും പകുതി മുക്കാലും വണ്ടികളും പോകുമായിരിക്കും. ചിലപ്പോൾ എനിക്കൊന്ന് ഉള്ളിൽ കിടക്കുന്ന വണ്ടികൾ ചിലപ്പോൾ രാത്രി വരെ വൈകുന്നേരം വരെ നിൽക്കണവരായിരിക്കും. എന്നാലും എനിക്ക് ഭയങ്കര ഒരു അതിശയമായി പോയി. കാരണം വെച്ചാൽ ഇത്രയും വർഷം ഉണ്ടായിട്ട് ഉള്ളിലേക്ക് ഇത്രയും സംഗതികൾ ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കുന്ന സ്ഥലം എന്ന് ഹൈക്കോർട്ട്. എൻ്റെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. വണ്ടി അകത്ത് പാർക്ക് ചെയ്തൊക്കെ ഇട്ടേക്കണ ഹൈക്കോർട്ടിൻ്റെ അതോ വല്ല പാർക്കിംഗ് ഗ്രൗണ്ടാണോ തോന്നിപ്പോ. എന്നിരുന്നാലും അത് നല്ല സിമ്പിളായിട്ട് ഡ്രോപ്പ് ചെയ്തു. ഇപ്പം ഞാൻ നമ്മുടെ പ്രസ്റ്റീജ് കോർട്ട്യാർഡിൻ്റെ ഓപ്പോസിറ്റ് സർവീസ് റോഡിൽ വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം. പൊതുവെ ഭയങ്കര ഷോക്കായിട്ടാണ് കാണുന്നത്, ട്രിപ്പ് അടി കുറവാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെയാവും. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഒല ക്യാബിലാണ് അടിച്ചേക്കുന്നത്, നെപ്റ്റ്യൂൺ കോർട്ട്യാർഡിൽ നിന്നാണ് അടിച്ചേക്കുന്നത്. അപ്പം നമുക്ക് പോയി പിക്ക് ചെയ്യാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നെപ്റ്റ്യൂൺ കോർട്ട്യാർഡിൽ എത്തിയിട്ടുണ്ട്. കസ്റ്റമർക്കായിട്ട് വെയിറ്റിംഗ് ആണ്. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണമില്ല. എന്തായാലും മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് കഴിയാറായി. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കാം, എടുക്കണ്ടോ ഇല്ലെന്ന്. കണ്ടില്ലെങ്കിലേ ടവർ 5ലേക്കാണ് വരാൻ പറഞ്ഞത്. ടവർ 5 തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നെപ്റ്റ്യൂൺ കോർട്ട്യാർഡിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് ഇങ്ങോട്ടേക്കായിരുന്നു, ലക്ഷ്മി ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഡിവൈൻസ് റോഡിലെ ലക്ഷ്മി ഹോസ്പിറ്റലിലേക്കായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡ്രോപ്പ് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇവിടെ നേരത്തെ പാർക്ക് ചെയ്ത അതേ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ പാർക്കിംഗ് ആണ് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കണത്.
കാരണം നമ്മൾ നേരത്തെ ലെഫ്റ്റ് സൈഡാണ് കിടക്കുന്നത്, പാർക്ക് ചെയ്ത് കിടക്കുന്നത് ലെഫ്റ്റ് സൈഡാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സൈഡാണ് നമുക്ക് മെയിനായിട്ട് പാർക്ക് ചെയ്യാൻ നല്ലത്, സേഫ്റ്റി ആയിട്ട് പാർക്ക് ചെയ്യാൻ നല്ലത് ഈ സൈഡാണ്. പക്ഷേ എല്ലായിടത്തും വണ്ടികളാണ്, എല്ലായിടത്തും വണ്ടികൾ നിരയായിട്ടേക്കണം. ഏതെങ്കിലും ഒരു വണ്ടി ഇറങ്ങിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബസ്, അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ നോക്കിയിരുന്ന സ്പോട്ടിലൊരു ബസ് കൊണ്ട് നിർത്തിയിട്ടൊക്കെ, അല്ലായിരുന്നെങ്കിൽ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയേക്കണ എമൗണ്ട് എന്ന് പറയുന്നത്, ഓല ക്യാബിൽ നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ് ഞാൻ നോക്കട്ടെ കേട്ടോ. ഓല ക്യാബ് 169 രൂപയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഓല ക്യാബിൽ. ഇപ്പോൾ ട്രിപ്പിനായിട്ട് നമ്മൾ ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിൽ ഏതെങ്കിലും ഒരു വണ്ടി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ആ ഗ്യാപ്പിലേക്ക് കയറ്റിയിട്ടിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട്, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇത്തിരി റിസ്ക് ആയിട്ടുള്ളൊരു പണിയാണ്. പോലീസ് പെട്രോളിനെ കണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്രോളിങ്ങിനെങ്ങായിട്ട് വന്നാലേ പിന്നെ നമുക്കിട്ട് പണിയാവും. അപ്പോൾ ഈ കസ്റ്റമറെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല കസ്റ്റമറായിരുന്നു. അവർ വണ്ടി കയറിയിട്ട് വണ്ടീനെ കുറിച്ചാണ് പറഞ്ഞത്, വളരെ വണ്ടീനെ കുറിച്ച് പറഞ്ഞു, മറ്റേ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു പുതിയ വണ്ടിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, വണ്ടി പഴയതാണ്, 4 വർഷമായെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അവർക്ക് അത്ഭുതം, 4 വർഷമായ വണ്ടി അത്. അപ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്തു, വളരെ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് നടക്കുന്നുണ്ട്, നല്ല വെരി ഗുഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞു. മീൻസ് നമുക്ക് നമ്മുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് കേൾക്കണതിനേക്കാളും ഏറ്റവും സന്തോഷം എന്തിട്ടാണ് നമ്മുടെ വണ്ടി കയറിയ കസ്റ്റമർ നമ്മുടെ വണ്ടിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ. അതായത് ഈ കസ്റ്റമർ മാത്രമല്ല, പല കസ്റ്റമറും പറഞ്ഞിട്ടുണ്ട് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന്. അത് കേൾക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ കൂടുതൽ എമൗണ്ട്, അതായത് നല്ല കളക്ഷൻ കിട്ടുമ്പോഴോ അങ്ങനെ, അതായത് വലിയൊരു ഓർഡർ കിട്ടുമ്പോഴോ ഒന്നും നമുക്ക് കിട്ടത്തില്ല ആ ഒരു സന്തോഷം. നമ്മുടെ വണ്ടി കയറിയ ഒരാൾ, അത് ചെറിയ ഓട്ടോ ആയിക്കോട്ടെ വലിയ ഓട്ടോ ആയിക്കോട്ടെ, അവർ നമ്മുടെ വണ്ടി കയറിയിട്ട് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. എനിക്ക് വല്ലാത്തൊരു സന്തോഷമായി. കുറേ എന്തിട്ടാണ് ഇപ്പോൾ ഒരു മീൻസ് വല്ലപ്പോഴും ഇങ്ങനെ കേൾക്കുമ്പോഴേ എന്താ പറയുക, ഒരു വല്ലാത്തൊരു സന്തോഷം. അപ്പോൾ അവർ പറയുകയും ചെയ്തു, അവർ ഇന്നലെ വിളിച്ച വണ്ടി ഓല ക്യാബിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ ആ വണ്ടി ഭയങ്കര കച്ചറായിട്ടായിരിക്കണം, ഭയങ്കര വല്ലാത്തൊരു നന്നായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ കേട്ടപ്പോൾ മീൻസ്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഓടുന്ന എല്ലാവരും, അത് വണ്ടി വാടകയ്ക്ക് എടുത്ത് ഓടുന്നവരായാലും ശരി, കമ്മീഷൻ ബേസിൽ ഓടുന്നവരായാലും ശരി, നിങ്ങൾ വണ്ടി നിങ്ങളുടെ സ്വന്തം വണ്ടിയായിട്ട് കരുതി ക്ലീൻ ചെയ്യുക നന്നായിട്ട്. അതായത് നല്ല എന്തിട്ടാണ് മുക്കും മൂലയും നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ കൊതി വരണം അതിനകത്ത് യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കുക. അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ലാഭം. കാരണം വെച്ചാൽ ചില ആൾക്കാർ നന്നായിട്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യണ കാണുമ്പോൾ തന്നെ അവർ പറയും, അവർ തന്നെ ചോദിക്കും നമ്മുടെ അടുത്ത്, നിങ്ങളുടെ നമ്പർ ഒന്ന് തരാമോ, വല്ല ഓട്ടോ ഉണ്ടെങ്കിൽ തരാം. മീൻസ് അത്രയ്ക്കും ഇതായിട്ടാണ് വണ്ടി കൊണ്ടുപോകണമെന്ന് അവർക്കൊരു ബോധ്യമുണ്ട്. അങ്ങനെ നോക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ട്രിപ്പ് എന്തിട്ടാണ് ഇവിടെ നമ്മുടെ ലക്ഷ്മി ഹോസ്പിറ്റലിലായിരുന്നു നിർത്തിയിരുന്നത്, ഡ്രോപ്പ് ചെയ്ത് ലക്ഷ്മി ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റിംഗ് ആണ്. അഥവാ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ യൂബർ ഓൺ ചെയ്തിട്ടുണ്ട്. ഓല ക്യാബിലാണ് നേരത്തെ ട്രിപ്പ് അടിച്ചത്, അതും ഓണാണ്, യാത്രയും ഓണാണ്. അപ്പോൾ അവരുടെ അടുത്ത് യാത്രയെ കുറിച്ച് പറയുകയും ചെയ്തു. ആ സമയത്ത് അവരുടെ അടുത്തും പറഞ്ഞു, അവർ പറഞ്ഞു ഓക്കെ ഇനി അടുത്ത പ്രാവശ്യം യാത്ര. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയറുന്ന കസ്റ്റമറിൻ്റെ അടുത്ത് ഓരോരുത്തരും ഭയങ്കര റേറ്റ് കൂടുതലായിട്ട് കാണിക്കാം. നമ്മളെന്താ ചെയ്യേണ്ടത്, ആ ടൈം നോക്കി യാത്രയെ കുറിച്ച് പറയാം. ഈ കസ്റ്റമർ അഞ്ഞാത്തേക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കും. ഈ ഒരു ആപ്പ് ഇങ്ങനെ കൊച്ചിയിൽ കിടന്ന് റണ്ണിങ് ആവുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതെ നമുക്ക് അടുത്ത ഓട്ടം അടിച്ചിട്ടുണ്ട്, ചിറ്റൂർ റോട്ടിലേക്കാണ്, എന്തായാലും എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. എറണാകുളം ജെട്ടി KSRTC അഞ്ചകന്ന്. അപ്പോൾ നമുക്ക് പോയി എടുക്കാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എറണാകുളം ജെട്ടിയിൽ നിന്ന് എടുത്ത യൂബർ ട്രിപ്പ് അത് ഡ്രോപ്പായിട്ടുണ്ട്. നമ്മുടെ ചേരാനല്ലൂർ ചിറ്റൂർ റോട്ടിലായിരുന്നു ഡ്രോപ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ആസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് വന്നൊക്കെയാണ്. ആസ്റ്ററിൻ്റെ ഭാഗത്ത് മറ്റേ
കോതാടിയിലുള്ള മറ്റേ റിസോർട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ആ പാലത്തിൻ്റെ അടിയിലാണ് നമ്മളിപ്പോൾ പാർക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒതുക്കിയാണ് പാർക്ക് ചെയ്തേക്കണേ. അങ്ങോട്ടേക്ക് വഴിയാണ്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എന്താ പാർക്ക് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴക്കോളുണ്ട്, നല്ല ഇടിച്ച് പൊളിച്ച് പെയ്യാൻ പാകത്തിനുള്ളൊരു മഴയുടെ അന്തരീക്ഷമാണ് കാണിക്കുന്നത്. അപ്പോൾ റോഡ് സൈഡിൽ മരത്തിൻ്റെയൊക്കെ അടിയിൽ പാർക്ക് ചെയ്ത് നമുക്ക് റിസ്ക് ആവണ്ടെന്ന് വെച്ചാണ് ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മീൻസ് NHൻ്റെ അടിയിൽ, അതായത് 966A അടിയിൽ നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കി ട്രിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ യാത്ര ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ആപ്പും കൂടെ ഓൺ ചെയ്യാം. യൂബറിന് എന്തോ പേയ്മെൻറ്റ് എങ്ങാണ്ട് മൈനസ് കാണിക്കണ്ടേ, എത്ര ഉണ്ടെന്ന് അറിയില്ല, നമുക്കൊന്ന് ചെക്ക് ചെയ്യണത്. അപ്പോൾ അത് ഓൺലൈനിൽ വന്നിട്ടുണ്ട്. 601 രൂപയാണ് ഇതുവരെ സംഭവിച്ചത് യൂബറിൽ. $277 പേയ്മെൻറ്റ് നെഗറ്റീവ് കാണിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അത് പേയ്മെൻറ്റ് ചെയ്യാം. ഇനി ട്രിപ്പ് വരുന്നതിൽ മുടക്കമുണ്ടാകണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ട്രിപ്പ് ചിലപ്പോൾ ലോങ് ക്യാഷ് ട്രിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് എത്രയാണ്, ഒരു 500 മീൻസ് 500 പോട്ടെ, ഒരു വലിയൊരു എമൗണ്ട് മൈനസ് കാണിക്കും. പിന്നെ അവിടെ നിന്ന് വല്ല റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഒരു പക്ഷേ ഞാൻ പോകുന്ന സ്ഥലത്ത് വണ്ടിയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് തന്നെ കിട്ടും, ക്യാഷ് ട്രിപ്പ് ആണെങ്കിലും ഓൺലൈൻ ട്രിപ്പ് ആണെങ്കിലും. പക്ഷേ വേറെ വല്ല വണ്ടികളും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് അത് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, 278 രൂപയാണ് മൈനസ്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ആക്കാം. ഇനി വെറുതെ അതിന് വേണ്ടി മാത്രം ഇതാക്കണ്ടല്ലോ. മൈനസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പം മെസ്സേജ് വന്നാലും ഞാൻ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യും, വെറുതെ നമുക്ക് പണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് യൂബറിന്. ഓക്കെ, ഡൺ. ഇതെന്താണ് ഇങ്ങനെ കാണുന്നത്? മൂഞ്ചിയ ഇല്ല, നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് പേയ്മെൻറ്റ് അടുത്ത് തന്നെ. ഓക്കെ, ഇനി ഒല ക്യാബ് ഓൺ ചെയ്യാം. ഒല ക്യാബിൽ പേയ്മെൻറ്റ് കുഴപ്പമില്ല, അത് നമുക്ക് പിന്നെ അടയ്ക്കാം. അത് യൂബറെ പോലെ അത്ര ചടങ്ങില്ല. ഇത് എവിടെ പോയി ഒല ക്യാബ്? ഒല ക്യാബ് ഓൺ ചെയ്യാനായിട്ട് ആയി വന്നി. ഓക്കെ, അപ്പോൾ അതും ഓൺ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ എന്തോരം ടൈം നിൽക്കണമെന്ന് അറിയില്ല, കാരണം വെച്ചാൽ ഇത് ആസ്റ്റർ മെഡിസിറ്റിയുടെ ആ ഭാഗത്താണ് ഞാൻ നിൽക്കണത്. അപ്പോൾ ആസ്റ്ററിൽ നിന്ന് ഓട്ടം കിട്ടാനാണെങ്കിൽ പോലും നല്ല ടൈം എടുക്കും. അഥവാ ഇവിടുന്ന് തൊട്ടടുത്തുനിന്ന് ഏതെങ്കിലും ഓട്ടം കിട്ടിയാൽ മാത്രമേ നമുക്ക് വരത്തുള്ളൂ, എനിക്കല്ലെങ്കിൽ വേറൊരാൾക്ക് കിട്ടത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്നിട്ടിപ്പോൾ 1 മണിക്കൂറായിട്ടില്ല. അപ്പോൾ എനിക്ക് മുന്നേ വന്നവർക്കായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുക, അറിയത്തില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ഇൻ്റർസിറ്റി അടിച്ചൊക്കെയാണ്. അപ്പോൾ കൊറ്റമം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ നമുക്ക് പിക്ക് ചെയ്യാം ആളെ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആസ്റ്ററിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ ട്രിപ്പ് യൂബറിൽ കിട്ടിയത് ഇൻ്റർസിറ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ അത് കൊറ്റമ വരുന്നു ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മളത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 733 രൂപയാണ് ഇൻ്റർസിറ്റി എമൗണ്ട്. ഓൺലൈൻ ട്രിപ്പായിരുന്നു, മീൻസ് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഉള്ളിലേക്കല്ല, മലയാറ്റൂർ വരെ പോകണ്ട. നമുക്ക് മറ്റൂരിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളൂ ഈ പറഞ്ഞ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക്. എന്നാൽ അത് ഇൻ്റർസിറ്റി ആയിട്ടാണ് ആ ഭാഗം വരുന്നത് തന്നെ. നമ്മുടെ ഏതാണ്, അതായത് കൊറ്റമം ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു മെയിനായിട്ട് കാലടി കഴിഞ്ഞിട്ട് ഒരു മെയിനായിട്ടൊരു പാലമുണ്ട്. അത് കഴിഞ്ഞാൽ എല്ലാം ഇൻ്റർസിറ്റി ആയിട്ടാണ് നമുക്ക് അപ്ഡേഷൻ വന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ നിന്നില്ല, കാരണം വെച്ചാൽ അവിടെ നിന്നിട്ടും കാര്യമില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമുക്കൊരു റിക്വസ്റ്റ് വന്നായിരുന്നു, മറ്റേ
ഇതുപോലെ ഓട്ടോക്കാർക്ക് അടിക്കണ പോലെ ഒരു റിക്വസ്റ്റ് വന്നായിരുന്നു. പക്ഷെ അത് എടുക്കാൻ പറ്റില്ല, വേറൊരാൾക്കാണ് പോയത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണത് മറ്റൂരിനടുത്തുള്ള മലയാറ്റൂർക്ക് പോണ ഒരു ഷോർട്ട് കട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ എളുപ്പമാണ്, അധികം പാസിംഗ് ഇല്ലാത്തൊരു ഏരിയയാണ്. എന്നിരുന്നാലും റോഡിന് നല്ല വീതി കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, ആ കൂട്ടത്തിൽ ഞാനും പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പിന്നെ ട്രിപ്പ് പിന്നെയും കിട്ടും നമുക്ക്, കാരണം ഇത് മറ്റേ ഇൻ്റർസിറ്റി മേഖലയല്ല. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. നിലവിൽ എല്ലാം ഇനി ഓല ക്യാബും കൂടെ ഓൺ ചെയ്യാനുണ്ട്, കാരണം അവിടെ വെച്ച് ഓൺ ചെയ്തിട്ട് കാര്യമില്ലായിരുന്നു. അവിടെ വെച്ച് ഓല ക്യാബ് ഓൺ ചെയ്താലും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഓല ക്യാബ് ഓൺ ചെയ്തുകൊണ്ട് നിലവിൽ 3 ആപ്പും ഓൺലൈനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പോൾ ട്രിപ്പ് കിട്ടും, എന്തോരം നേരം വെയിറ്റ് ചെയ്യണമെന്ന്. ഇപ്പോൾ സമയം 4:22. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഒരു ട്രിപ്പ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, യൂബറിലാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം. എങ്ങോട്ടേക്കാണെന്നാണ് ഒരു പിടിയില്ലത്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് കാലടിയിൽ നിന്ന് കിട്ടിയ ട്രിപ്പിന് ശേഷം എത്രയാണ് വീണ്ടും ഒരു 3 ട്രിപ്പ് എക്സ്ട്രാ കയറി വന്നിട്ടുണ്ടായിരുന്നു. 3 അല്ല, 2 ട്രിപ്പ് എക്സ്ട്രാ കയറി വന്നു. അതായത് ഇപ്പോൾ കാലടിയിൽ നിന്ന് എടുത്ത ട്രിപ്പ് ചെങ്കൽ എന്ന സ്ഥലത്തു നിന്നായിരുന്നു എടുത്തത്. ആ ചെങ്കൽ എന്ന സ്ഥലത്തു നിന്ന് എടുത്ത ട്രിപ്പ് ഏഴിക്കര, പറവൂർ ഏഴിക്കരക്കായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. അത് ഏകദേശം ഒരു മിനിറ്റ്, അത് ഏകദേശം 538 രൂപ അതിൻ്റെ ട്രിപ്പ് ഫെയർ ഉണ്ടായിരുന്നു ഏഴിക്കര വരെ. ഏറ്റവും ലക്കായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏഴിക്കരയിൽ നിന്നും ട്രിപ്പ് കിട്ടി. ആ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഉള്ളിലേക്ക് കയറി, മറ്റേ ചാത്തനാട്ടേക്ക് പോകുന്ന വഴി അവിടുന്ന് ട്രിപ്പ് കിട്ടി. അത് വെണ്ണലക്കായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു, എന്തൊരു എടപ്പള്ളി എത്തിയപ്പോഴത്തേക്കും നമ്മുടെ യൂബറിൽ ഡെസ്റ്റിനേഷൻ മാറ്റിയിട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തണേക്ക് മുമ്പായിട്ട് നമുക്ക് ഹോം ഡെസ്റ്റിനേഷനിലേക്കുള്ള ഓട്ടം കിട്ടുമോ ഇല്ലേ എന്നറിയാനായിട്ട്. പിന്നീട് വെണ്ണലയിൽ ആളെ ഡ്രോപ്പ് ചെയ്തു. വെണ്ണലയിൽ ആളെ ഡ്രോപ്പ് ചെയ്ത് വണ്ടി വളച്ച് റിട്ടേൺ നമ്മുടെ മരോട്ടിച്ചോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കണ സമയത്താണ് അവിടുന്ന് സിയാൽ കൺവെൻഷൻ സെൻറ്ററിലേക്ക് അടിച്ചത്. നമ്മുടെ വെണ്ണല ഹൈസ്കൂൾ റോഡ് മരോട്ടിച്ചോട്, അവിടുന്ന് സിയാൽ കൺവെൻഷൻ സെൻറ്റർ എയർപോർട്ടിനടുത്തുള്ള സിയാൽ കൺവെൻഷൻ സെൻറ്റർ അങ്ങോട്ടേക്ക് അടിച്ചു. ഒന്നും പറയണ്ട, ലക്കെന്ന് പറഞ്ഞാൽ ഇതാണ് ലക്ക്. മെയിനായിട്ടുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏഴിക്കരയിൽ നിന്ന് ഇപ്പോൾ എടപ്പള്ളി ആ സൈഡ് എത്തിയപ്പോഴത്തേക്കും ഡീസൽ ഒരുവിധം ഏകദേശം ഈ ഗേജിനേക്കാളും കുറച്ചും കൂടെ കുറച്ച് ഗേജ് അളവൻ കൂടുതലായിരുന്നു. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, പോകുന്ന വഴിക്ക് ഉറപ്പായിട്ട് അടിക്കേണ്ടി വരും എന്നാണ്. കാരണം വെച്ചാൽ ഞാൻ എയർപോർട്ടിലേക്കുള്ള ട്രിപ്പ് എടുത്തപ്പോൾ മെയിനായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് എടപ്പള്ളിയിൽ ബ്ലോക്ക് വരും, കളമശ്ശേരി ബ്ലോക്ക് വരും, ആലുവ ബ്ലോക്ക് വരും, ആ ഒരു മൈൻഡാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എന്താണെന്ന് പറഞ്ഞൂടാ, ഇന്ന് എടപ്പള്ളിയിൽ ബ്ലോക്കേ കുറവായിരുന്നു. ഞാൻ മറ്റേ സാധാരണ നമ്മൾ എടപ്പള്ളി വഴി പാസ് ചെയ്യുമ്പോൾ സർവീസ് റോഡ് കയറിയിട്ടാണ് മറ്റേ സിഗ്നലിന് മുമ്പ് വീണ്ടും ബൈപ്പാസിലേക്ക് കയറുന്നത്. ഇന്ന് ബൈപ്പാസിലൂടെ തന്നെ നല്ല കട്ടയ്ക്ക് പിടിച്ച് നേരെ സിഗ്നലിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ പോയ വണ്ടി നിന്നത്. അതുകൂടാണ്ട് തന്നെ നമുക്ക് കളമശ്ശേരിയിൽ ബ്ലോക്ക് കിട്ടിയില്ല, അവിടെ നല്ല മൂവിങ് ആയിരുന്നു. ആലുവയിൽ ഒട്ടും ഉണ്ടായില്ല. ആലുവയിൽ ആ പാലത്തിൻ്റെ അവിടെയുള്ള കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്ന, അതൊഴിച്ചാൽ ബാക്കിയെല്ലാം നല്ല മൂങ്ങിയായിരുന്നു. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഉച്ചക്ക് 500 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടിച്ചത് ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു 500 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ 100 രൂപയുടെ എങ്ങാണ്ടും ഡീസൽ പോയിട്ടുണ്ട്. മൊത്തം 900 രൂപയുടെ ഡീസൽ. അപ്പം 18 27 2700 ആ റേഞ്ച് ആണ് ഞാൻ കളക്ഷൻ പ്രതീക്ഷിച്ചെങ്കിലും കിട്ടിയത് 3000 കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് അത്താണിയിലാണ്. അപ്പോൾ ഏകദേശം ഞാൻ ഇനി ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വേറെ ഒന്നുമില്ല, നേരെ അത് ഓഫ്ലൈൻ ആക്കും. വീട്ടിലേക്ക് പോകുന്നു, ഒരു ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു. പിന്നെ നേരെ പോകുന്ന വഴിക്ക് ഡീസൽ അടിക്കാൻ കയറുന്നു.
അത്രയേ ഉള്ളൂ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും നമുക്ക് കാര്യമായിട്ട് ഇത് കിട്ടിയില്ല, പോസ്റ്റ് കിട്ടിയില്ല, അത് വെയിറ്റിങ്ങൊക്കെ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇൻ്റർസിറ്റി പോയിട്ട് കൊറ്റമ്മം, അതായത് കാലടിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ, ഒരു 3 കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ് നമുക്ക് ഡ്രോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് റിട്ടേൺ 3 കിലോമീറ്റർ ഇല്ല, ഒരു 2.5 കിലോമീറ്ററിൻ്റെ ആ റേഞ്ച്, 2 കിലോമീറ്റർ റേഞ്ചേ വന്നുള്ളൂ. ആ ഒരു ഇൻ്റർസിറ്റി മാറിയിട്ട് ഗോയിലേക്ക് വന്ന ഒരു സെക്ഷനിലേക്ക് എത്തിയിരുന്നുള്ളൂ നമ്മൾ. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ടായില്ല കേട്ടോ, അരമണിക്കൂറൊന്നും ഉണ്ടായില്ല. നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെയാണ് ട്രിപ്പ് കിട്ടിയത്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കാലടിയിൽ നിന്ന് ട്രിപ്പ് എടുത്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ഏഴിക്കരയിലെത്തിയിട്ട് എന്തുകൊണ്ടും കാലി അടിക്കേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ഏഴിക്കരയിൽ നിന്ന് അവിടുന്ന് വീട്ടിലേക്ക് പോരാം. കാലടിക്കുമ്പോൾ എന്തായാലും ഡീസൽ എത്തും, പിന്നെ രണ്ടാമത് ഡീസൽ അടിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്, നമുക്ക് ലാഭം കുറയും. അപ്പം നേരെ വീട്ടിലേക്ക് പോവാം, ആ ഒരു മൈൻഡാണ് ഇരുന്നേച്ചത്. പിന്നീട് ഏഴിക്കര ചെന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൈൻഡിലാണ് ഏഴിക്കരയിൽ ഞാൻ ഡ്രോപ്പിംഗ് എല്ലാം കഴിഞ്ഞ്. അപ്പോഴാണ് ഏഴിക്കരയിൽ നിന്ന് ഡ്രോപ്പിംഗ് കഴിഞ്ഞ് ആ ഒരു 2 മിനിറ്റ് ഗ്യാപ്പിൽ നമുക്ക് ഏഴിക്കരയിൽ നിന്ന് തന്നെ അടിച്ചത്, അതും 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. ഒന്നും പറയണ്ട, നേരെ അതും എടുത്തോണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, നേരെ എടുത്ത് എടപ്പള്ളി കൊണ്ടുപോയി വെണ്ണല കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് ചുമ്മാ ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ടാണ്. എന്തോ ഭാഗ്യത്തിനാണ് നമുക്ക് സിയാല വരെയെങ്കിലും കിട്ടിയത്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ കാലി അടിച്ച് തന്നെ പോകേണ്ടി വരും വീട് വരെ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ടാർഗറ്റും, അതായത് ഞാൻ നല്ല കളക്ഷൻ ഉണ്ടെങ്കിൽ പോലും 2000 ലാഭം കിട്ടണ രീതിയിലാണ് ഞാൻ എപ്പോഴും നോക്കാറ്. പരമാവധി അങ്ങനെ കിട്ടുന്നത് വല്ലപ്പോഴുമാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ട്രിപ്പ് കൃത്യസമയത്ത് കിട്ടുന്നത് അപൂർവമാണ്. എന്താണെന്ന് വെച്ചാൽ ഹോം ഡെസ്റ്റിനേഷൻ ഇടുമ്പോൾ നമുക്ക് ഏകദേശം അരമണിക്കൂർ 1 മണിക്കൂർ വരെയൊക്കെ ഇത് വരും, വെയിറ്റിംഗ് വരും. ഇന്ന് അതൊന്നും ഉണ്ടായില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് 8 മണിക്ക് ഇവിടെ എത്തിയതാണ്, സിയാലിലെത്തിയതാണ്. ഇപ്പോൾ 8:45 ഞാൻ ഇടയ്ക്ക് എൻ്റെ വൈഫിനെ വിളിച്ചു, പിന്നെ നമ്മുടെ കൂട്ടുകാരൻ ഒരു വള്ളി പിടിച്ചിട്ട് അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് സോൾവ് ആക്കി കൊടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ വീഡിയോ എടുക്കാനുള്ള കാരണം വെച്ചാൽ ഓൾറെഡി ടയേർഡായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ട്രിപ്പ്. അപ്പോൾ ഇത് ഓഫ്ലൈനാക്കാൻ പോവാം. ഇനിയിപ്പോൾ കിട്ടിയാലും ഡീസൽ അടിച്ച് പകുതി ഇതിൽ പോകണേക്കാൻ നല്ലത്. അപ്പോൾ നമുക്കിന്ന് 2703 രൂപ യൂബറിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 2703 രൂപ യൂബറിലും 353 രൂപ നമ്മുടെ ഇതിലും കിട്ടിയിട്ടുണ്ട്, ഓല ക്യാബിലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടലി ഞാൻ കണക്ക് കൂട്ടിയില്ല, 1 മിനിറ്റ്. അപ്പോൾ നമുക്ക് ടോട്ടലി മൊത്തം 3056 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 3056 എങ്ങനെയാണ് നമ്മൾ കണക്കൂട്ടാന്ന് വെച്ചാൽ 3056 49 രൂപ ഇത് പോവും, 49 രൂപ നമുക്ക് യൂബർ ഫീസ് പോവും. അപ്പോൾ 10 രൂപ കണ്ട് ബാലൻസ് ഉണ്ടാവും. 49 രൂപ 956 10 രൂപ എൻ്റെ അമ്മ. അപ്പോൾ ശരിക്കും പറയാം, അപ്പോൾ 3000 രൂപ നമുക്ക് ബാലൻസ് കൂട്ടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, ഒന്നും വിചാരിക്കണ്ട. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.